Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓട്ടോകാഡ് സോഫ്റ്റ്വെയർ കുറിച്ചാണ്. ഓട്ടോകാഡ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്താൽ ആദ്യം ഇങ്ങനെ വരുന്നതാണ്. ഇതിൽ നമുക്ക് ഓൾറെഡി വരച്ച ഫയൽസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ ഫയൽസ് എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യും. നമ്മൾ വരച്ച ഫയൽസ് എവിടെയാണുള്ളത്, ഏത് ലൊക്കേഷനാണുള്ളത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. അതേപോലെ നമുക്ക് ഷീറ്റ് സെറ്റ്സുകളും ഇതേപോലെ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആയ ഷീറ്റ് സെറ്റ് കൊണ്ട് ഓപ്പൺ ചെയ്യുക. നമ്മൾ എവിടെയാണോ ലൊക്കേഷൻ ആ ലൊക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കുറെ ടെംപ്ലേറ്റ്സ് കൊണ്ടുള്ള ഓപ്ഷൻ കാണാം. ടെംപ്ലേറ്റിന്റെ കണ്ട ഈ ഇവിടെ ഒരു ഏരൊക്കെ ഉണ്ട്, ആ ഏരൊക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കണ്ട കുറെ ടെംപ്ലേറ്റ്സ് കാണാം. ഇതിൽ AC.D.DW ഇതാണ് ഓട്ടോകാഡിന്റെ ഡീഫോൾട്ട് ടെംപ്ലേറ്റ്. അതിൽ യൂണിറ്റ് ഇതൊക്കെ ഓൾറെഡി ഡീഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ചിലത് സെന്റിമീറ്റർ ആയിരിക്കും, ചിലത് ഇഞ്ചൊക്കെ ആയിരിക്കും. നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് വരുന്ന ടെംപ്ലേറ്റ് ACAD.DWT. നമുക്ക് കുറച്ചുകൂടി മോർ ടെംപ്ലേറ്റ്സ് കിട്ടണമെങ്കിൽ ഗെറ്റ് മോർ ടെംപ്ലേറ്റ്സ് ഓൺലൈൻ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഓൺലൈൻ കുറച്ചുകൂടി കൂടുതൽ ടെംപ്ലേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഗെറ്റ് മോർ ടെംപ്ലേറ്റ് ഓൺലൈൻ എന്ന ഓപ്ഷൻ യൂസ് ചെയ്യും. പിന്നെ സാമ്പിൾ ഡ്രോയിങ്സ്, എക്സ്പ്ലോർ സാമ്പിൾ ഡ്രോയിങ്സ് കൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഓട്ടോകാഡിൽ തന്നെ കുറച്ച് ഡീഫോൾട്ട് ആയിട്ട് വരച്ച് വെച്ച ഡ്രോയിങ്സ് ഉണ്ട്. അത് കിട്ടാൻ അതിലേക്കുള്ള പാത്ത് കിട്ടാനാണ് എക്സ്പ്ലോർ സാമ്പിൾ ഡ്രോയിങ്സ് എന്ന് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് എക്സ്പ്ലോർ സാമ്പിൾ ഡ്രോയിങ്സ് ക്ലിക്ക് ചെയ്താൽ അതിന്റെ പാത്ത് ലഭിക്കും. നമുക്ക് മെക്കാനിക്കലിന്റെ കുറച്ച് സാമ്പിൾ ഡ്രോയിങ്സ് കിട്ടണമെങ്കിൽ കണ്ടാം, മെക്കാനിക്കലിന്റെ കുറച്ച് സാമ്പിൾ ഡ്രോയിങ്സ് ഉണ്ട്. അതിന്റെ സാമ്പിൾ ഡ്രോയിങ്സ് ഉള്ള ലൊക്കേഷൻ കിട്ടാനാണ് എക്സ്പ്ലോർ സാമ്പിൾ ഡ്രോയിങ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓട്ടോകാഡ് നമുക്ക് ഒറ്റയ്ക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലേൺ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന്റെ അവിടെ ഒരു ആരൊക്കെ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഓട്ടോകാഡിന്റെ തന്നെ കുറച്ച് ലേൺ മെറ്റീരിയൽസ് കാണാം. കുറച്ച് വീഡിയോസ് ഒക്കെ എങ്ങനെ വരയ്ക്കേണ്ടത്, ക്രിയേറ്റ് എ 2D ഒബ്ജക്ട്, ക്രിയേറ്റ് എ സ്റ്റാൻഡേർഡ് ഡൈമെൻഷൻസ്, കുറച്ച് നമുക്ക് പഠിക്കാനുള്ള വീഡിയോസ് അവർ തന്നെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഓൺലൈൻ റിസോഴ്സും ലേണിംഗ് ടിപ്സും ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തനിയെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ നിന്ന് പഠിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഓൾറെഡി വരച്ച ഒരു 10 ഫയൽസ് ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത തവണ ഓട്ടോകാഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമുക്ക് ലാസ്റ്റ് വരച്ച ഡ്രോയിങ്സ് ഇതിൽ നിന്ന് ഏതാണോ ഓണാക്കാം. ഇത് 3 രീതിയിൽ ഓണാക്കാം. നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ നമ്മൾ വരച്ച ഡ്രോയിങ്സും കൂടി ഷേപ്പ് ആയിട്ട് കാണിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി സൂം ചെയ്തിട്ട് കാണണമെങ്കിൽ ജസ്റ്റ് ഈ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി വലുപ്പത്തിൽ കാണിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഇത് കാണിക്കുമ്പോൾ നമുക്ക് നെയിം മാത്രമേ കാണിക്കുള്ളൂ, ഫേസ് കാണിക്കില്ല. അതായത് നമ്മൾ വരച്ച ഡ്രോയിങ്സ് കാണില്ല. ഡ്രോയിങ്സ് കൂടി കാണുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസിലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് എപ്പോഴും പിൻ ചെയ്തിട്ട് വെക്കാം. നമുക്കിപ്പോൾ ഈ ഡ്രോയിങ്സ് കൊണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് പ്ലാൻ വിവരിക്കാൻ. അപ്പോൾ അത് എനിക്ക് പിൻ ചെയ്ത് വെക്കണമെങ്കിൽ, ഏറ്റവും ടോപ്പിൽ പിൻ ചെയ്തിട്ട് വെക്കണമെങ്കിൽ ജസ്റ്റ് ഇത് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അവിടെ ജസ്റ്റ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ പിൻ ചെയ്തു. പിന്നെ നമുക്ക് ഓട്ടോകാഡിന്റെ ഒരു നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണെന്ന് അറിയാൻ വേണ്ടി, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഏരിയ. നമുക്ക് ഇന്റർനെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ, നമുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി കണക്ട് ചെയ്യാൻ, അതിനാണ് ഈ ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റാർട്ട് ഡ്രോയിങ് വേണ്ടി കണ്ട ഇവിടേക്ക് മൗസ് കൊണ്ടുപോകുമ്പോൾ ഒരു ബ്ലൂ കളർ വരുന്നതാണ്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഡ്രോയിങ്ങിലേക്ക് പോകും. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡ്രോയിങ് സെക്ഷനിലേക്ക് പോകാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യും. ഇവിടെ ക്യാപിറ്റൽ എന്ന റെഡ് കളറിൽ നമുക്കൊരു സിമ്പിൾ കാണാം. അതാണ് അപ്ലിക്കേഷൻ മെനു ബാർ. അപ്ലിക്കേഷൻ മെനു ബാർ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കിട്ടും. നമ്മൾ മുന്നേ വരച്ചു വെച്ച ഫയൽസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യുക, സേവ് ആസ്, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, പ്രിന്റ്, പിന്നെ ഓട്ടോകാഡ് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യുക. അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് അപ്ലിക്കേഷൻ മെനു ബാറിൽ കാണുന്നത്, സാധാരണ എല്ലാ സോഫ്റ്റ്വെയറിലുള്ള ഓപ്ഷൻസ്. പിന്നെ നമുക്ക് അതിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ ഒരു ഓപ്ഷൻസ് കാണാം. ഇതാണ് ക്വിക്ക് അസസ് ടൂൾ ബാർ. ഈ ഏരിയയിൽ നമുക്ക് ഇപ്പോൾ അപ്ലിക്കേഷൻ മെനു ബാറിലുള്ള ഓപ്പൺ, സേവ് ആസ് തന്നെ ഇവിടെയും കാണാൻ പറ്റും. ഇതാണ് ക്വിക്ക് അസസ് ടൂൾ ബാർ. ഇത് തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ എന്ന ഓപ്ഷൻ കാണാം. ഇതാണ് വർക്ക് സ്പേസ്. കണ്ട വർക്ക് സ്പേസ് ആണിത്. അപ്പൊ നമുക്കത് വർക്ക് സ്പേസ് ഇപ്പോൾ ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ പറഞ്ഞാൽ 2D ഡ്രോയിങ്സ് വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന വർക്ക് സ്പേസ് ആണ് ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ. അതായത് നമ്മൾ വരയ്ക്കുന്ന പ്ലാന്, എലിവേഷൻ, സെക്ഷൻ, ഇതൊക്കെ നമ്മൾ 2D ലൈൻ, പോളിലൈൻ, ട്രിം, അങ്ങനെ 2D ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. അതുള്ളതാണ് ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ വർക്ക് സ്പേസ്. നമുക്ക് 3D വരയ്ക്കണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ആരോ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ 3 വർക്ക് സ്പേസ് കാണാം. 3D ബേസിക്സ്, 3D മോഡലിംഗ്. 3D ബേസിക്സ് ആയിട്ടുള്ള നമുക്ക് ഒബ്ജക്റ്റുകൾ മറ്റുള്ളത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 3D ബേസിക്സ് കൊടുക്കുക. അവിടെ നമുക്ക് ബോക്സ്, എക്സ്ട്രൂഡ്, അങ്ങനെയുള്ള ഓപ്ഷൻസ് കാണാം. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് 3D ഷേപ്പുകൾ വരയ്ക്കാൻ പറ്റും. പിന്നെ 3D അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് വരയ്ക്കണമെങ്കിൽ അഡ്വാൻസ്ഡ് 3D ഷേപ്സും 3D മോഡലിംഗ് ചെയ്യണമെങ്കിൽ 3D ബേസിക്സിന്റെ തൊട്ട് താഴെയുള്ള 3D മോഡലിംഗ് എന്ന ഓപ്ഷൻ എടുക്കുക. 3D മോഡലിംഗ് ഓപ്ഷൻ എടുത്താൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ടൂൾസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഇഷ്ടമുള്ള 3D മോഡലിംഗ് ചെയ്യാവുന്നതാണ്.
പിന്നെ വർക്ക് സ്പേസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ വർക്ക് സ്പേസ് സെറ്റിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് പോയിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഡീഫോൾട്ട് ആയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ ആണ്. ഞാനത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. പിന്നെ നമുക്ക് ഈ ക്വിക്ക് അസിസ്റ്റ് ടൂൾ ബാർ എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും റൈറ്റ് സൈഡ് ഒരു ആരോ ആണ്. ഈ ആരോ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വിക്ക് അസിസ്റ്റ് ടൂൾ ബാറിൽ ഏതൊക്കെയാണ് വേണ്ടത്. ഇപ്പോൾ ഓൾറെഡി ഉള്ളതാണ് ഈ ടിക്ക് ഓപ്ഷനിൽ ഉള്ളത്. ഇനി നമുക്ക് അതല്ലാണ്ട് വല്ല ഓപ്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ സേവ് കൊണ്ടുള്ള ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ സേവ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ കണ്ട സേവ് കൊണ്ടുള്ള ഓപ്ഷൻ ക്വിക്ക് അസിസ്റ്റ് ടൂൾ ബാറിൽ വന്നു. ഇനി ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിമൂവ് ഫ്രം ക്വിക്ക് അസിസ്റ്റ് ടൂൾ ബാർ കൊടുക്കുക. ഇനി നമ്മളിപ്പോ ഇവിടെ ഒരു ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോ ഏത് ഓപ്ഷൻ? ഓപ്പൺ. ഇനിയിപ്പോ ഈ ഒരു ഇതിന് സെപ്പറേറ്റർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ആഡ് സെപ്പറേറ്റർ. ആഡ് സെപ്പറേറ്റർ കൊടുത്താൽ ഇവിടെ കണ്ട ഒരു ലൈൻ വന്ന് കാണാം. അതായത് ഈ ബാക്കിയുള്ള ടൂൾസിൽ നിന്ന് ഈ ടൂളിനെ മാത്രം ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്തു. ആ സെപ്പറേറ്റർ നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ആ സെപ്പറേറ്ററിന്റെ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിമൂവ് ഫ്രം ക്വിക്ക് അസിസ്റ്റ് ടൂൾ ബാർ കൊടുത്താൽ ആ സെപ്പറേറ്റർ പോകുന്നത് കാണാൻ. പിന്നെ നമുക്ക് ക്വിക്ക് അസിസ്റ്റ് ടൂൾ ബാറിൽ നമുക്ക് കുറച്ചുകൂടി മോഡിഫൈ ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പൊ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഇപ്പൊ നമുക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ കസ്റ്റമൈസ് ക്വിക്ക് അസിസ്റ്റ് ടൂൾ ബാർ കൊടുക്കുക. അപ്പൊ നമുക്കൊരു ബോക്സ് വരുന്നത് കാണാൻ പറ്റും. നമുക്ക് എല്ലാ ടൂൾസ് ഇതിൽ കാണാൻ പറ്റും. ഇപ്പൊ ഏത് ടൂൾസ് ആണ് നമുക്ക് വേണ്ടത്? ഇപ്പോ 3D പാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം. സൂം ചെയ്യില്ല, ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് എവിടേക്കാണോ വേണ്ടത് അവിടേക്കൊന്ന് ജസ്റ്റ് കൊടുക്കുക. കണ്ട ഈ പാൻ ഇവിടേക്ക് വന്ന് കാണാം. നമുക്ക് ഇവിടെ വേണ്ട ടൂൾസ് ഏതാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്തിട്ട് ഇവിടേക്ക് കൊടുക്കുക. ഇതിപ്പോ 3D ആണ്, അതുകൊണ്ടാണ് അത് വരാണ്ടിരുന്നത്. ഞാൻ ഒന്നുകൂടി കൊടുത്തു നോക്കി നോക്കുക. വന്നിട്ടുണ്ട്. 3D ആയാലും വരുന്നുണ്ട്. എല്ലാ ഷേപ്പ് ക്വിക്ക് അസിസ്റ്റുകളും നമ്മൾ കൊടുക്കുന്ന എല്ലാതും വരുന്നുണ്ട്. അപ്പൊ നമുക്കിനി വേണ്ടാന്നുണ്ടെങ്കിൽ ഡിസ്കാർഡ് അൺസേവ്ഡ് ചേഞ്ചസ് ജസ്റ്റ് ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അത് പോകും. ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിമൂവ് ഫ്രം ക്വിക്ക് അസിസ്റ്റ് ടൂൾ ബാർ കൊടുക്കുക. നമ്മൾ പിന്നെ പാൻ ചെയ്യുന്നത് അതും റിമൂവ് ഫ്രം ക്വിക്ക് അസിസ്റ്റ് ടൂൾ ബാർ കൊടുത്താൽ അതും പോകുന്നത് കാണാൻ പറ്റും. പിന്നെ നമുക്ക് മെനു ബാർ ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ റൈറ്റ് ക്ലിക്ക്, ഇവിടെ ഈ ആരോടെ അവിടെ ജസ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഷോ മെനു ബാർ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുക. ഷോ മെനു ബാർ ഓപ്ഷൻ കൊടുത്താൽ ഫയൽ, എഡിറ്റ്, വ്യൂ, ഇൻസേർട്ട്, ഫോർമാറ്റ് അങ്ങനെയുള്ള മെനു ബാർ ഓപ്പൺ ആവുന്ന കാണാൻ പറ്റും. ഇപ്പൊ ക്വിക്ക് അസിസ്റ്റ് ടൂൾ ബാർ പറഞ്ഞാൽ റിബണിന്റെ മേലെയാണ്. റിബൺ പറഞ്ഞാൽ ഹോം റിബൺ പറഞ്ഞിട്ടുള്ളതാണ് ഇത്. അതിൽ ഡ്രോയിങ് ടൂൾസ് ഇപ്പൊ മോഡിഫൈന്റെ റിബണിന്റെ ഏരിയകളിലാണ് ഇത്. കണ്ട മൂവ്, റൊട്ടേറ്റ്, ട്രിം അങ്ങനെയുള്ള ഏരിയ. അപ്പൊ റിബണിന്റെ മേലെയാണ് ക്വിക്ക് അസിസ്റ്റ് ടൂൾ ബാർ. നമുക്ക് റിബണിന്റെ താഴേക്ക് വരുത്തണമെങ്കിൽ ജസ്റ്റ് ഈ ആരോ നിൽക്കുക, അതിൽ ഷോ ബിലോ ദി റിബൺ കൊടുത്താൽ ഈ റിബണിന്റെ താഴേക്ക് വരും. അപ്പൊ നമുക്ക് ടോപ്പിലേക്ക് തന്നെ വരണമെങ്കിൽ ജസ്റ്റ് ഈ റൈറ്റ് മോസ്റ്റ് കോർണറുള്ള ഈ ആരോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഷോ എബോവ് ദി റിബൺ കൊടുത്താൽ ഏറ്റവും ടോപ്പിലേക്ക് വരുന്നത് കാണാൻ പറ്റും. പിന്നെ അതിന് തൊട്ട് റൈറ്റ് സൈഡിലാണ് ഓട്ടോഡെസ്ക് AutoCAD 2021 ഡ്രോയിങ് 1.twg കാണാം. ഇത് ഓട്ടോഡെസ്ക് സോഫ്റ്റ്വെയറിന്റെ നെയിമാണ്. ഇത് ഏത് വേർഷനാണ് നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത്? കറന്റ്ലി 2021 വേർഷനാണ്. പിന്നെ നമ്മളിപ്പോ വരയ്ക്കുന്ന ഫയൽസിന് നമ്മൾ നെയിം ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഡീഫോൾട്ട് ആയിട്ടുള്ള നെയിം AutoCAD പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് ഡ്രോയിങ് 1.1 എന്നുള്ളത്. പിന്നെ .twg പറഞ്ഞ AutoCADന്റെ എക്സ്റ്റൻഷൻ ആണ് .twg. പിന്നെ നമുക്ക് എന്തെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ, നമുക്ക് വരയ്ക്കാൻ ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് വന്നു ഏതെങ്കിലും ടൂളിനെ കുറിച്ച് സെർച്ച് ചെയ്യണമെങ്കിൽ, ഇപ്പൊ ലൈൻ ടൂളിനെ കുറിച്ച് സെർച്ച് ചെയ്യണമെങ്കിൽ LINE സെർച്ച് ചെയ്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുത്തു. എൻ്റർ അടിച്ചു കൊടുത്താൽ ലൈൻ ടൂളിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നമുക്കുള്ള ഓപ്ഷൻ കിട്ടും. നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ. നമുക്ക് എന്തെങ്കിലും പഠിക്കാനുള്ളത്, പിന്നെ സൈൻ ഇൻ ചെയ്യണമെങ്കിൽ സൈൻ ഇൻ ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ. പിന്നെ നമുക്ക് ഇവിടെ കണ്ട ഒരു മൈനസ് ചിഹ്നം കാണാൻ പറ്റും, വ്യൂ പോർട്ട് കൺട്രോൾ. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് വ്യൂ പോർട്ട്. ഇപ്പൊ വ്യൂ ക്യൂബ് ഇവിടെ വിസിബിൾ ആണ്. ഇതാണ് വ്യൂ ക്യൂബ്. അപ്പൊ വ്യൂ ക്യൂബ് നമുക്ക് ടിക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ ക്യൂബ് പോയി കാണാൻ പറ്റും. ഇനി അഗൈൻ വ്യൂ ക്യൂബ് കിട്ടണമെങ്കിൽ ജസ്റ്റ് ആ മൈനസ് കൊടുക്കുക, വ്യൂ ക്യൂബ് ഓൺ ആക്കി കൊടുക്കുക. പിന്നെ നാവിഗേഷൻ ടൂൾ ബാർ ഉണ്ട്. നമുക്ക് പാൻ ചെയ്യാനും സൂം ചെയ്യാനും അതിനുള്ള ടൂൾ ബാർസ് ആണ് ഇത്. അത് ജസ്റ്റ് വിസിബിൾ അല്ലെങ്കിൽ ജസ്റ്റ് ഇതിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക, നാവിഗേഷൻ ടൂൾ ബാർ ഓഫ് ആക്കി കൊടുത്താൽ അത് പോകും. പോയി കഴിഞ്ഞാൽ വീണ്ടും ഓൺ ആക്കണമെങ്കിൽ നാവിഗേഷൻ ടൂൾ ബാർ ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. പിന്നെ ഇപ്പൊ ടോപ്പ് വ്യൂയിലാണ് ഉള്ളത്. നമ്മൾ 2D ഡ്രോയിങ്സ് ആണ് വരയ്ക്കുന്നത്. അപ്പൊ ടോപ്പ് വ്യൂ മാത്രം മതി, അതായത് എക്സും വൈ മാത്രം മതി. കണ്ട എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ. ഇത് യൂസർ കോർഡിനേറ്റ് സിസ്റ്റം എന്നാണ് ഇതിന് പറയാം. നമുക്ക് സെറ്റ് ഡയറക്ഷൻ ആവശ്യമില്ല. സെറ്റ് ഡയറക്ഷൻ 3D ഷേപ്പ് വരയ്ക്കണമെങ്കിൽ മാത്രമേ സെറ്റ് ഡയറക്ഷന്റെ ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ ടോപ്പ് വ്യൂവില് എക്സും വൈയും മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ അഥവാ കൈ തെറ്റിട്ട് നമ്മളിപ്പോ ഇത് നമുക്ക് ഇവിടെ മാറ്റം വരുത്താൻ പറ്റും. കണ്ട ടോപ്പിൽ നിന്ന് ജസ്റ്റ് ഇവിടെ ഏറെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് മാറി. കണ്ട അപ്പൊ ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് മൗസിന്റെ സെന്റർ ബട്ടൺ പ്രസ് ചെയ്താൽ കണ്ട എക്സ് വൈ സെഡ് ഡയറക്ഷൻ കൂടി വരും. കണ്ട എക്സ് വൈ സെഡ്. പറയാണ്ട് അങ്ങനെ 3D ഷേപ്പിലേക്ക് പോയാൽ ഒന്നെങ്കിൽ ജസ്റ്റ് ടോപ്പ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം നമുക്ക് ഈ ആരോ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വീണ്ടും ഞാൻ ജസ്റ്റ് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇപ്പൊ 3D യിലേക്ക് പോയി. ഇനി അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോ
ഇവിടെ ഓൾറെഡി ടോപ്പ് വ്യൂ ഉണ്ടായിരിക്കും നേരത്തെ കിടക്കുന്നുണ്ടായിരുന്ന വ്യൂ കൺട്രോൾസ്. ആ കസ്റ്റം വ്യൂ ആണ് ഇപ്പൊ കിടക്കുന്നത്. കസ്റ്റം വ്യൂ നമ്മൾ എഡിറ്റ് ചെയ്ത വ്യൂ, നമ്മൾ മാറ്റം വരുത്തിയ വ്യൂ. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് വ്യൂ ആണ് വേണ്ടത്, ടോപ്പ് വേണമെങ്കിൽ ജസ്റ്റ് ടോപ്പ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അഗൈൻ ടോപ്പ് വ്യൂയിലേക്ക് തന്നെ പോകും. അപ്പൊ നമുക്ക് ടോപ്പിന്റെ അവിടെ ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ് ഇങ്ങനെ ഇഷ്ടാനുസരണമുള്ള വ്യൂസ് ഉണ്ട്. പിന്നെ 2D വയർ ഫ്രെയിം, നമ്മൾ ഇപ്പോൾ ഉള്ളത് 2D വയർ ഫ്രെയിം ആണ്. 3D വരയ്ക്കണമെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാണണമെങ്കിൽ ഷെയ്ഡ് വിത്ത് എഡ്ജസ്, ഷെയ്ഡ് ഓഫ് ഗ്രേ, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട് 3D ഷേപ്സ് വരയ്ക്കുമ്പോൾ. 2D വയർ ഫ്രെയിം നമ്മൾ 2D ഷേപ്പിന് യൂസ് ചെയ്യുന്നതാണ് 2D വയർ ഫ്രെയിം. പിന്നെ ഇവിടെ കണ്ട വെർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടലായിട്ടും കുറെ ലൈൻസ് കാണാം. ഇതാണ് ഗ്രിഡ്സ്. അത് ഓഫ് ചെയ്യണമെങ്കിൽ കണ്ട ഇവിടെ ഓഫ് ചെയ്യാൻ പറ്റും. ഓഫ് ജസ്റ്റ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ അത് ഓൺ ആക്കാനും പറ്റും. പിന്നെ നമുക്ക് ഇവിടെ കാണാം കമാൻഡ് ബോക്സ്. അവിടെ നമുക്ക് കമാൻഡ് കൊടുക്കാൻ പറ്റും. ഇതിന് കമാൻഡ് പാൻ എന്നാണ് പറയാ. അതായത് നമുക്ക് ഇപ്പോ എന്തെങ്കിലും നമ്മളൊരു ടൂൾസ് എടുത്തിട്ട് വരയ്ക്കുകയായിരിക്കും. അപ്പൊ നമുക്ക് കമാൻഡ് അടിച്ചു കൊടുക്കണമെങ്കിൽ കമാൻഡ് അടിച്ചു കൊടുക്കുക. ലൈൻ ടൂള് അടിച്ചു കൊടുക്കണമെങ്കിൽ അടിച്ചു കൊടുക്കുക. കമാൻഡ് ഏത് കമാൻഡ് ആണോ വേണ്ടത്. ഇപ്പൊ ലൈൻ വരയ്ക്കണമെങ്കിൽ ജസ്റ്റ് എൽ അടിക്കുക. ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്യുക, അതിനുശേഷം എൽ അടിക്കുക, എന്റർ അടിക്കുക. ഒക്കെ ലൈൻ ടൂളിക്ക് വന്നു. ഇത് വരയ്ക്കുമ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻസും കൂടി തരും. കണ്ട വരയ്ക്കുമ്പോൾ കണ്ട സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ്, അടുത്ത പോയിന്റ്, അങ്ങനെ ഇൻസ്ട്രക്ഷൻ കൂടി തരും. അപ്പൊ നമുക്ക് അറിയാത്തതുണ്ടെങ്കിൽ ഈ കമാൻഡിലത്തെ ഓരോ ഇൻസ്ട്രക്ഷൻസ് നോക്കി നമുക്ക് വരയ്ക്കാൻ പറ്റും. അതായത് ഏത് ടൂൾ എടുത്താലും നമുക്ക് കമാൻഡ് ഇൻസ്ട്രക്ഷൻസ് നോക്കുക. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് വരയ്ക്കാനും പറ്റും. അതിന് തൊട്ട് താഴെയാണ് സ്റ്റാറ്റസ് ബാർ. സ്റ്റാറ്റസ് ബാറിൽ നമുക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ കണ്ട ഈ റൈറ്റ് മോസ്റ്റ് കോർണറിൽ ഒരു 3 സിമ്പിൾസ് കാണാം. അതാണ് കസ്റ്റമൈസേഷൻ. കസ്റ്റമൈസേഷൻ കൊടുത്തിട്ട് നമുക്ക് ഏതൊക്കെയാണോ വേണ്ടത്, കോർഡിനേറ്റ്സ് വേണമെങ്കിൽ കോർഡിനേറ്റ്സ് ഓപ്പൺ ആക്കി കൊടുക്കാം. ഇനി ഏതൊക്കെയാണോ ടിക്ക് ഉള്ളത് അത് ഓൾറെഡി ഇവിടെ ഉണ്ട്. അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ കോർഡിനേറ്റ്സ് പറഞ്ഞാൽ നമ്മുടെ മൗസ് കഴ്സർ മൂവ് ചെയ്യുന്നതനുസരിച്ച് എക്സ്, വൈ, സെഡ് പോയിന്റ്സ് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പൊ അത് പറഞ്ഞ എക്സ്, ഇത് വൈ, സെഡ് മൂവ് ചെയ്യാത്തത് നമ്മൾ 2D ഷേപ്പിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഹൈറ്റിൽ വാല്യൂ വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ 0 എന്നുള്ളത്. അതുകൊണ്ട് 0 എന്ന വാല്യൂ മാറാത്തത് അതുകൊണ്ടാണ്. എക്സ്, വൈ, സെഡ്. പിന്നെ നമുക്ക് ഇപ്പോ ഗ്രിഡ് ഓഫ് ചെയ്യണമെങ്കിൽ ഗ്രിഡ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഗ്രിഡ് ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കി കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആവശ്യമുള്ള എന്തെങ്കിലും വരുത്തണമെങ്കിൽ ഇതിലുള്ള ടിക്ക് ചെയ്ത് കൊടുത്താൽ ജസ്റ്റ് ഇവിടേക്ക് വരുന്നത് കാണാൻ പറ്റും. ഈ ബ്ലൂ കളറിൽ ടിക്ക് ഓൺ ആയിട്ടുള്ളതൊക്കെയാണ് നമ്മൾ അവിടെ റൈറ്റ് സൈഡിൽ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതായത് ടോഗിൾ ബട്ടൺസ് എന്നാണ് ഇതിന് പറയുക. അപ്പൊ നമ്മൾ ബ്ലൂ കളറിൽ ഒരെണ്ണം ഓഫ് ആക്കി കൊടുത്താൽ ബ്ലൂ കളറിൽ പോകുന്നത് കാണാം. അപ്പൊ അത് ഡിസേബിൾ ആവും അതിന്റെ എഫക്ട്. ഗ്രിഡ് ഓൺ ആക്കലാണ് ഈ ഓപ്ഷൻ. ഇത്ര നമുക്ക് ഇപ്പൊ പഠിക്കാനും ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.